Economic order quantity find cheyaനുള്ള question check ചെയ്യാം. Question: X limited bought and consumed during the year 2020 3,600 units of material Y. The cost of placing an order is rupees 1000 and the cost of carrying one unit for the year is rupees 20. Then calculate EOQ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എല്ലാ ഇവന്റും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് EOQ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താണ് EOQ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല? Then how to calculate EOQ? EOQ is equal to root of 2AO divided by C. EOQ is equal to root of 2AO divided by C. Then under root 2 into annual consumption, that means X limited bought and consumed during the year 2020 3,600 units. So 3,600 into ordering cost. The cost of placing an order of rupees 1000 rupees per order divided by C, and the cost of carrying one unit for the year is rupees 20. So 20 rupees. Okay. Then 3,000 under root 600. Okay, 600 units. Ready? അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, EOQ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് എല്ലാ ഇവൻറ്റും ക്വസ്റ്റ്യനും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് EOQ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്നും ചെയ്യേണ്ടതില്ല. റൂട്ട് ഓഫ് A2AO divided by C. Then A stands for annual consumption, O stands for ordering cost, then C stands for carrying cost. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. 3,600 into 1000 divided by 20 will get 3,60,000. then total 600 units. Okay, clear അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് ഗോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Annual consumption 48,000 units. Purchase price 25 per unit or per order. Then ordering cost per order rupees 180. Carrying cost 12%. Then calculate or compute EOQ, number of order in a year, total ordering cost, total carrying cost, and total inventory or total cost. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഒരു 4 ഫാക്ട് മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ട് ഒരു 5 ഇവന്റ് നമ്മോട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഫൈൻഡ് ചെയ്യാം. ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? EOQ. എന്താണ് EOQ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഫസ്റ്റ് വൺ, EOQ. വാട്ട് ഈസ് ദ ഫോർമുല? റൂട്ട് ഓഫ് 2AO divided by C. Okay, root of 2AO divided by C. എന്താ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ? 2 സെയിം ആണ്, ഞാൻ തന്നെ റൈറ്റ് ചെയ്യുന്നു. Then A means annual consumption 48,000 units. 48,000. Then ordering cost. Then how much ordering cost? Ordering cost per order 180 divided by carrying cost 12%. ഏതിന്റെ 12%? പർച്ചേസ് പ്രൈസിന്റെ. അതായത് carrying cost 12% സ്റ്റോറി. ഏതിന്റെ 12% ആയിരിക്കും? പർച്ചേസ് പ്രൈസ്, ബൈയിങ് പ്രൈസിന്റെ 12%. സോ 25 into 12 by 100. 4, then 3. So under root of 2 into 48,000. cut here 6. 48,000 into 60. ഇതിന്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 5, 7, 6. under root
24, then 2400 units. 2400 units. Okay, കിട്ടിയല്ലോ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഓർഡർ ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര ഓർഡർ ആണ് നടന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസർ. നമ്പർ ഓഫ് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ. ആനുവൽ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ. Then annual consumption 48,000 divided by EOQ 2,400. 20. Number of order 20 ആണ് per year. Okay. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. തേർഡ് ക്വസ്റ്റ്യൻ എന്താണത്? ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ്. എങ്ങനെ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കുക? ദാറ്റ് മീൻസ് ആവറേജ് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഓർഡർ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ദെൻ നമ്പർ ഓഫ് ഓർഡർ ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ഓക്കെ, നമ്പർ ഓഫ് ഓർഡർ ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ഓക്കെ, പെർ ഓർഡർ. ഇവിടെ എത്ര കിട്ടും? നമ്പർ ഓഫ് ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 20 ആണ്. ഈ ക്വസ്റ്റ്യനിലുള്ള 25 ഒന്നല്ലേ, നമ്പർ ഓഫ് ഓർഡർ ആണ് 20 ഇൻറ്റു ദെൻ ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. എത്ര ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ? 180. ഓക്കെ, 3600 എന്ത് കിട്ടി? ഓർഡറിംഗ് കോസ്റ്റ് കിട്ടി. ഇനി അടുത്ത ഫാക്ട് എന്താ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? ഫോർത്ത് വൺ, ടോട്ടൽ ക്യാരിങ് കോസ്റ്റ്. എങ്ങനെ ടോട്ടൽ ക്യാരിങ് കോസ്റ്റ് കണ്ടുപിടിക്കുക? ആവറേജ് ഇൻവെന്ററി ഇൻറ്റു ക്യാരിങ് കോസ്റ്റ് പെർ ഓർഡർ. ആവറേജ് ഇൻവെന്ററി. അപ്പോൾ ആവറേജ് ഇൻവെന്ററി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? EOQ ഡിവൈഡഡ് ബൈ 2 ആണ് ഇത് ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് ഇൻവെന്ററി ഇൻറ്റു carrying cost per order per annum. Okay, average inventory means EOQ divided by 2 into carrying cost per order. So EOQ നമുക്കറിയാം എത്ര EOQ നമുക്ക് കിട്ടി? 2400 ആണ്. ഡിവൈഡഡ് ബൈ 2 into carrying cost per order. എത്രയാണ് carrying cost per order നമുക്ക് കിട്ടിയിട്ടുള്ളത്? That means 25ന്റെ 12% will get 3. Okay, into 3, then 12, so 36, 3600. Okay, so carrying cost equal ആണ് ഏത്? ഓർഡറിംഗ് കോസ്റ്റ്. അപ്പോഴാണ് EOQ ജനറേറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? നമ്മൾ നേരത്തെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തിയല്ലോ. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ വരും. That means ഇതിന്റെ ക്യാരിങ് കോസ്റ്റ് ആണ്, ഇതിന്റെ ഓർഡറിംഗ് കോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും ഈക്വലൈസ് ചെയ്യുന്ന സ്ഥലത്താണ് എന്ത് ജനറേറ്റ് ചെയ്യുക? EOQ ജനറേറ്റ് ചെയ്യുക. സോ ക്യാരിങ് കോസ്റ്റ് ഓർഡറിംഗ് കോസ്റ്റ് 3600, then ക്യാരിങ് കോസ്റ്റ് 3600. ഇനി നമ്മൾ എന്താ നെക്സ്റ്റ് ഫാക്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? ഫിഫ്ത്ത് വൺ, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. എങ്ങനെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കണ്ടുപിടിക്കുക? ഫിഫ്ത്ത് വൺ ആണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. Total inventory cost means then ordering cost, carrying cost, അതായത് total ordering cost plus total carrying cost, then എന്ത് ചെയ്യണം? എത്ര ഐറ്റം ആണോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇൻറ്റു ഓർഡർ പ്രൈസ് എത്രയാണോ, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ആ ഒരു ക്വാണ്ടിറ്റീൻ്റെ വാല്യൂ എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് ഇവൻറ്റിനും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആനുവൽ കൺസപ്ഷൻ ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ ആണ്. Annual consumption into purchase price plus total ordering cost plus total carrying cost. Annual consumption ഇവിടെ എത്ര? 48,000 into purchase price 25 per unit plus 3,600 plus 3,600. Okay, then we'll get 48 divided into 25, then 24
1,200. Okay, 200, 3,000. 12 lakh plus 7,200. You will get 12 lakh 7,200. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. 12,07,200 രൂപ പെർ ഇയറിൽ വേണ്ടി വരും ആ ഒരു കമ്പനിക്ക്. അതിന്റെ ക്യാരിങ് കോസ്റ്റും അതുപോലെ ഓർഡറിങ് കോസ്റ്റും, അതായത് ടോട്ടൽ യൂണിറ്റ് പർച്ചേസ് ചെയ്തതിന്റെ ബേസും എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ 12,07,200 രൂപ ഫോമിന് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ഇവന്റും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു വീഡിയോ കാണുന്ന സമയം ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് പോകണം. സ്റ്റോക്ക് ലെവലും അതുപോലെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ടോട്ടൽ 80 മാർക്സിൽ ദെൻ ഈ പറയുന്ന 8 മാർക്സ് ഇവിടെ തന്നെ സ്കോർ ചെയ്യാനുള്ളതാണ്. ഈ 2 ക്വസ്റ്റ്യനും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല, സ്റ്റോക്ക് ലെവൽ ഫൈൻഡ് ചെയ്യുന്നതും ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫൈൻഡ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ 2 മെത്തേഡിലും നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് കോസ്റ്റിൽ എല്ലാ ഇവന്റും തന്നിട്ടുണ്ട്, ഇവിടെ പെർസെൻറ്റേജ് തന്നിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.